കാണാം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് ഭക്ഷണം ഉപേക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഫുഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു മനുഷ്യൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നം. ഒരിക്കലും നമ്മൾ അന്നത്തെ അപമാനിക്കരുതെന്നാണ് പറയുന്നത്. എത്രയോ പേര് ഭക്ഷണം കിട്ടാതെ നമ്മുടെ മുന്നിലുണ്ടല്ലേ. അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുടെ ഇടയിൽ നമുക്ക് 3 നേരം കൃത്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വസ്ത്രം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ വല്ലവരോടുള്ള ദേഷ്യം ആ ഭക്ഷണത്തോട് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല. പല മക്കളും പല ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി അത് ചെയ്യാതിരിക്കുക. കാരണം ഇത് ഇല്ലാതെ ഇരിക്കുമ്പോഴാണ്, കിട്ടാതെ ഇരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോഴും ആരെങ്കിലും വഴക്കിട്ടാലൊക്കെ ഭക്ഷണം അവോയ്ഡ് ചെയ്യുന്നത്, കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാതെ ഡസ്റ്റ്ബിന്നിലിടുന്ന എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഓഫീസിലൊക്കെ. അപ്പോൾ ഭക്ഷണത്തെ നിങ്ങൾ ഒരിക്കലും അപമാനിക്കാതിരിക്കുക, അതിന് നല്ല റെസ്പെക്റ്റ് കൊടുക്കുക. കാരണം ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്ന എത്രയോ പേര് ഒരു അന്നത്തിന് വേണ്ടി, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കരയണ എത്രയോ പേരുടെ ഇടയിൽ നമുക്ക് ദൈവം കഴിക്കാനുള്ള ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ കഴിക്കാതെ അപമാനിക്കുന്നതിൽ വലിയ പാപം മറ്റൊന്നുമില്ല. അപ്പോൾ നിങ്ങളിനി ഫുഡിനെ അപമാനിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ടെൻഷൻ വന്നാലും അത് ഫുഡിൽ തീർക്കാതിരിക്കാൻ ശ്രമിക്കുക.